ഇതാണ് കാശ്മീർ. സ്വർഗം ഭൂമിയിലേക്ക് വീണ ഒരു മഞ്ഞുതുള്ളി പോലെ. ഇവിടെ വീഴുന്ന ഓരോ മഞ്ഞുതുള്ളിയും നമ്മെ നിശബ്ദതയുടെ സൗന്ദര്യം പഠിപ്പിക്കുന്നു. വായുവിൽ നല്ല തണുപ്പുണ്ട്, പക്ഷേ മനസ്സിൽ അത്ഭുതകരമായൊരു ചൂടാണ്. പ്രകൃതിയുടെ ആലിംഗനം പോലെ. ഇവിടുത്തെ ഡാൽ തടാകത്തിൻ്റെ നീലതയിൽ തണുത്ത കാറ്റൊഴുകുമ്പോൾ നീന്തുന്ന ഓരോ ശിക്കാരിയുമാണ് ഈ ദേശത്തിൻ്റെ ഹൃദയതാളം. ഇവിടുത്തെ ജീവിതം എത്ര എളുപ്പമല്ല, പക്ഷേ ഒരു അത്ഭുതമാണ്. കാരണം ഓരോ പുലരിയും പ്രതീക്ഷയെഴുതുന്നു. മഞ്ഞു മൂടിയ പാതകളിലൂടെ നടക്കുന്നവർക്ക് ഓരോ കഥ പറയാനുണ്ടാവും. അവരുടെ ഓരോ ചുവടും ഓരോ കഥയാണ്, സഹനത്തിൻ്റെയും പ്രതീക്ഷയുടെയും. കാശ്മീരിൻ്റെ ചരിത്രം പറയുമ്പോൾ അതൊരു സൗന്ദര്യത്തിൻ്റെയും വേദനയും ചേർന്ന കഥയാണ്. നൂറുകണക്കിന് വർഷങ്ങളായി ഈ ഭൂമി പല സംസ്കാരങ്ങളെയും മതങ്ങളെയും ചേർത്ത് നിർത്തി. പക്ഷേ യുദ്ധങ്ങളും വ്യതകളും ഈ മനോഹരമായ ഭൂമിയെ പലതവണ തകർത്തു. അതെ, പ്രകൃതിയുടെ മൗനത്തിൽ ഈ വേദന ഇന്നും ഉറങ്ങുകയാണ്. പക്ഷെ അതിനൊപ്പം സമാധാനത്തിൻ്റെയും പുതുജന്മത്തിൻ്റെയും ശ്വാസവും ഉണ്ട് ഇവിടെ. ഇന്നിവിടെ വീഴുന്ന ഈ മഞ്ഞ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജീവിതത്തിൽ എത്ര തണുപ്പ് വന്നാലും നമുക്ക് വീണ്ടും പുഞ്ചിരിയോടെ ഉയർന്നു നിൽക്കാം. കാശ്മീർ പറയുന്നതും അതാണ്. ജീവിതം നിശ്ചലമാകാം, പക്ഷേ മനസ്സിൻ്റെ സൗന്ദര്യം ഒരിക്കലും ഒരിക്കലും. ബോട്ടിൽ ഒഴുകുമ്പോൾ നീരിൽ കാണുന്ന ആ ആകാശത്തിൻ്റെ പ്രതിഫലനം ജീവിതത്തെ പോലെ തന്നെയാണ്. എത്ര ഇരുണ്ട ആകാശമെങ്കിലും കുറച്ച് വെളിച്ചം മതിയാകും പ്രതീക്ഷ പകരാൻ. കാശ്മീർ അതിനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര വേദനയുണ്ടെങ്കിലും പ്രകൃതിയുടെ സൗന്ദര്യം എല്ലായ്പ്പോഴും നമ്മെ ശാന്തതയിലേക്ക് നയിക്കും. ഈ മഞ്ഞ്, ഈ കാറ്റ്, ഈ നീലവെള്ളം എല്ലാം ചേർന്ന് പറയുന്നത് ഒരൊറ്റ സന്ദേശം: പ്രകൃതിയോടൊപ്പം ജീവിക്കൂ, മനസ്സിൽ സമാധാനം നിറയ്ക്കൂ. അതാണ് കാശ്മീർ നമ്മെ പഠിപ്പിക്കുന്നതും ഹൃദയം നമുക്ക് ഹൃദ്യമായ ഒരു യാഥാർത്ഥ്യമാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ മുമ്പോട്ട് നയിക്കാൻ കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ. ബൈ.